കോട്ടയം ജില്ലയിലെ ഒരു ചെറിയ പട്ടണം. പഴയ ഒരു വാച്ച് റിപ്പയർ ഷോപ്പ്, രാജൻ വാച്ച് വർക്ക്സ്. ആ ഷോപ്പ് നടത്തിയത് രാജൻ. ചെറുതായ കട, ഭിത്തിയിൽ പലതരം പഴയ മണിക്കൂറുകൾ. ടിക് ടിക് ടിക്. അവ ശബ്ദം മാത്രം. ആ കടയുടെ ജീവൻ. രാജന് ഒരേയൊരു മകൻ, അർജുൻ. അവൻ പഠനത്തിൽ നല്ലതായിരുന്നു, പക്ഷെ അച്ഛന്റെ കടയോട് ഇഷ്ടമില്ല. അച്ഛാ, ഈ പഴയ കട കൊണ്ട് എന്ത് ലാഭം? ഞാൻ നഗരത്തിലേക്ക് പോകും, വലിയ ജോലിയെടുക്കും. രാജൻ ഒന്നും പറഞ്ഞില്ല. കൈയിലെ ചെറിയ സ്ക്രൂ തിരിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം അർജുൻ നഗരത്തിലേക്ക് പോയി. IT കമ്പനിയിൽ ജോലി കിട്ടി. പുതിയ ജീവിതം തുടങ്ങി. ആദ്യകാലത്ത് ഫോൺ വിളികൾ ഉണ്ടായിരുന്നു, പിന്നീട് ബിസി ലൈഫ്. രാജൻ ഓരോ ദിവസവും കട തുറക്കും, പഴയ വാച്ചുകൾ ശരിയാക്കും. പക്ഷെ കണ്ണുകൾ വാതിലിലേക്ക്. ഒരു ദിവസം ഒരു വയോധിക സ്ത്രീ ഒരു തകർന്ന കൈമണിക്കൂർ കൊണ്ടുവന്നു. ഇതെന്റെ ഭർത്താവിന്റെ ഓർമ്മയാണ്, ശരിയാക്കാമോ? രാജൻ മണിക്കൂർ തുറന്നു നോക്കി. വളരെ പഴയ മോഡൽ, സ്പെയർ പാർട്സ് ഇല്ല. എങ്കിലും അവൻ പൂർണ്ണരാത്രി അത് ശരിയാക്കാൻ ശ്രമിച്ചു. അടുത്ത ദിവസം മണിക്കൂർ വീണ്ടും ടിക് ടിക് തുടങ്ങി. വയോധികയുടെ കണ്ണുകൾ നിറഞ്ഞു. സമയം തിരിച്ചു കിട്ടിയ പോലെ തോന്നുന്നു, അവൾ പറഞ്ഞു. രാജൻ മൃദുവായി ചിരിച്ചു. ആ രാത്രി അവന് ചെറിയ നെഞ്ചുവേദന. ആർക്കും പറഞ്ഞില്ല. അടുത്ത ദിവസം കട തുറന്നില്ല. ഗ്രാമക്കാർ വാതിൽ തുറന്നു നോക്കുമ്പോൾ രാജൻ കസേരയിൽ ശാന്തമായി ഇരിക്കുകയാണ്. കയ്യിൽ ഒരു പഴയ കൈമണിക്കൂർ, അർജുന്റെ ബാല്യകാല സമ്മാനം. നഗരത്തിൽ അർജുൻ ഒരു ദിവസം അമ്മയുടെ വിളിയേറ്റു. അച്ഛൻ. അവൻ ഗ്രാമത്തിലേക്ക് പാഞ്ഞെത്തി. കടയിൽ കയറുമ്പോൾ ടിക് ടിക് ശബ്ദം കേട്ടു. പക്ഷെ അച്ഛന്റെ ശബ്ദമില്ല. മേശപ്പുറത്തൊരു ചെറിയ കുറിപ്പ്. മോനെ, മണിക്കൂർ ശരിയാക്കുമ്പോൾ ഞാൻ പഠിച്ചതൊന്നു മാത്രം. സമയമൊരിക്കലും നിർത്താൻ പറ്റില്ല, പക്ഷെ അതിനുള്ളിൽ സ്നേഹം നിർത്താം. എനിക്ക് നിന്നോട്ടുള്ള സ്നേഹം എപ്പോഴും ടിക് ടിക് ചെയ്യുന്നു. അർജുൻ കരഞ്ഞു. അവൻ അച്ഛന്റെ കട അടച്ചില്ല. നഗരജോലി ഉപേക്ഷിച്ചു. കട വീണ്ടും തുറന്നു. പുതിയ ബോർഡ്, രാജൻ ആൻഡ് സൺസ്. കടയിൽ ഇന്നും ടിക് ടിക് ശബ്ദം. പക്ഷെ അർജുനത് അച്ഛന്റെ ഹൃദയമിടിപ്പ് പോലെ തോന്നും. സന്ദേശം: സമയം തിരിച്ചുവരില്ല, പക്ഷെ സമയമുള്ളപ്പോൾ സ്നേഹം തിരികെ നൽകാം. കോട്ടയം ജില്ലയിലെ ഒരു ചെറിയ പട്ടണം. പഴയ ഒരു വാച്ച് റിപ്പയർ ഷോപ്പ്, രാജൻ വാച്ച് വർക്ക്സ്. ആ ഷോപ്പ് നടത്തിയത് രാജൻ. ചെറുതായ കട, ഭിത്തിയിൽ പലതരം പഴയ മണിക്കൂറുകൾ. ടിക് ടിക് ടിക്. അവ ശബ്ദം മാത്രം. ആ കടയുടെ ജീവൻ. രാജന് ഒരേയൊരു മകൻ, അർജുൻ. അവൻ പഠനത്തിൽ നല്ലതായിരുന്നു, പക്ഷെ അച്ഛന്റെ കടയോട് ഇഷ്ടമില്ല. അച്ഛാ, ഈ പഴയ കട കൊണ്ട് എന്ത് ലാഭം? ഞാൻ നഗരത്തിലേക്ക് പോകും, വലിയ ജോലിയെടുക്കും. രാജൻ ഒന്നും പറഞ്ഞില്ല. കൈയിലെ ചെറിയ സ്ക്രൂ തിരിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം അർജുൻ നഗരത്തിലേക്ക് പോയി. IT കമ്പനിയിൽ ജോലി കിട്ടി. പുതിയ ജീവിതം തുടങ്ങി. ആദ്യകാലത്ത് ഫോൺ വിളികൾ ഉണ്ടായിരുന്നു, പിന്നീട് ബിസി ലൈഫ്. രാജൻ ഓരോ ദിവസവും കട തുറക്കും, പഴയ വാച്ചുകൾ ശരിയാക്കും. പക്ഷെ കണ്ണുകൾ വാതിലിലേക്ക്. ഒരു ദിവസം ഒരു വയോധിക സ്ത്രീ ഒരു തകർന്ന കൈമണിക്കൂർ കൊണ്ടുവന്നു. ഇതെന്റെ ഭർത്താവിന്റെ ഓർമ്മയാണ്, ശരിയാക്കാമോ? രാജൻ മണിക്കൂർ തുറന്നു നോക്കി. വളരെ പഴയ മോഡൽ, സ്പെയർ പാർട്സ് ഇല്ല. എങ്കിലും അവൻ പൂർണ്ണരാത്രി അത് ശരിയാക്കാൻ ശ്രമിച്ചു. അടുത്ത ദിവസം മണിക്കൂർ വീണ്ടും ടിക് ടിക് തുടങ്ങി. വയോധികയുടെ കണ്ണുകൾ നിറഞ്ഞു. സമയം തിരിച്ചു കിട്ടിയ പോലെ തോന്നുന്നു, അവൾ പറഞ്ഞു. രാജൻ മൃദുവായി ചിരിച്ചു. ആ രാത്രി അവന് ചെറിയ നെഞ്ചുവേദന. ആർക്കും പറഞ്ഞില്ല. അടുത്ത ദിവസം കട തുറന്നില്ല. ഗ്രാമക്കാർ വാതിൽ തുറന്നു നോക്കുമ്പോൾ രാജൻ കസേരയിൽ ശാന്തമായി ഇരിക്കുകയാണ്. കയ്യിൽ ഒരു പഴയ കൈമണിക്കൂർ, അർജുന്റെ ബാല്യകാല സമ്മാനം. നഗരത്തിൽ അർജുൻ ഒരു ദിവസം അമ്മയുടെ വിളിയേറ്റു. അച്ഛൻ. അവൻ ഗ്രാമത്തിലേക്ക് പാഞ്ഞെത്തി. കടയിൽ കയറുമ്പോൾ ടിക് ടിക് ശബ്ദം കേട്ടു. പക്ഷെ അച്ഛന്റെ ശബ്ദമില്ല. മേശപ്പുറത്തൊരു ചെറിയ കുറിപ്പ്. മോനെ, മണിക്കൂർ ശരിയാക്കുമ്പോൾ ഞാൻ പഠിച്ചതൊന്നു മാത്രം. സമയമൊരിക്കലും നിർത്താൻ പറ്റില്ല,
പക്ഷെ അതിനുള്ളിൽ സ്നേഹം നിർത്താം. എനിക്ക് നിന്നോടുള്ള സ്നേഹം എപ്പോഴും ടിക് ടിക് ചെയ്യുന്നു. അർജുൻ കരഞ്ഞു. അവൻ അച്ഛന്റെ കട അടച്ചില്ല. നഗരജോലി ഉപേക്ഷിച്ചു. കട വീണ്ടും തുറന്നു. പുതിയ ബോർഡ്, രാജൻ ആൻഡ് സൺസ്. കടയിൽ ഇന്നും ടിക് ടിക് ശബ്ദം. പക്ഷെ അർജുനത് അച്ഛന്റെ ഹൃദയമിടിപ്പ് പോലെ തോന്നും. സന്ദേശം: സമയം തിരിച്ചുവരില്ല, പക്ഷെ സമയമുള്ളപ്പോൾ സ്നേഹം തിരികെ നൽകാം.